ലേറ്റസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ അൻസിബ ഒരു ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. സാധാരണ രീതിയിൽ എന്തുവാണ് അമ്മയെ നടക്കുന്നുള്ള ഒരു കാര്യം എന്തോന്നുള്ളത് ആൾക്കാർക്ക് അറിയത്തില്ല. അതെല്ലാം വിശദീകരിച്ച് പറഞ്ഞുകൊണ്ടായിരുന്നു ഒരു ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതിനകത്ത് പറഞ്ഞ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരുപാട് ഇത് കണക്ക് പദ്ധതികളൊക്കെ ഉണ്ടെങ്കിൽ അമ്മയെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കുണ്ടെങ്കിൽ ഇതിലുള്ള ആൾക്കാരെ മാറ്റി അവർക്ക് ഇഷ്ടമുള്ള ആൾക്കാരെ കൊടുക്കാൻ തുടങ്ങി. അതോടെ തന്നെ ഓരോരോ സ്റ്റേജ് ഷോയും കാര്യങ്ങളൊക്കെ അവർ പരിപാടി നടത്താറുണ്ട്. പക്ഷേ അങ്ങനെ വരുമ്പോഴത്തേക്കുണ്ടെങ്കിൽ വലിയ ആക്ടേഴ്സിനെ മാത്രമേ കൊണ്ട് അങ്ങനത്തുള്ള പരിപാടിയൊക്കെ നടത്തത്തുള്ളൂ. ബാക്കിയുള്ളവർക്കുണ്ടെങ്കിൽ അധികം ഇതിനകത്തുള്ള മാർക്കറ്റും കാര്യങ്ങളും ഇല്ലാത്തത് കൊണ്ട് തന്നെ അവരെ മാറ്റി നിർത്തും. അതിനെതിരെ താനുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ സഞ്ജീവനി എന്ന് പറഞ്ഞ ഒരു മെഡിസിൻ പദ്ധതിയും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ആദ്യമൊക്കെ ഉണ്ടെങ്കിൽ താനായിരുന്നു അതുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ഹാൻഡിൽ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ പെട്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ കോൺട്രാക്ട് ചെയ്യുന്ന ആൾക്കാരെ മാറ്റി പുതുതായിട്ട് അവർക്ക് ഇഷ്ടമുള്ളവരെ കൊണ്ടുവരാൻ തുടങ്ങി. അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ചോദ്യം ചെയ്ത് തുടങ്ങിയപ്പോഴത്തേക്കുണ്ടെങ്കിൽ അവർ ഇതിനെ ഒരു കാര്യങ്ങളും പറയാൻ എവിടെ നിന്നാണ് ഈ മരുന്ന് വരുന്നത്, ആരാണ് ഇത് അയക്കുന്നത് എന്നുള്ള രീതിയിലുള്ള ഒരു കാര്യങ്ങളും പറയുന്നില്ല. അതിനെക്കുറിച്ചുള്ള ഓരോരോ കാര്യങ്ങൾ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ഇതേ കണക്കുണ്ടെങ്കിൽ അവർ എതിർക്കാൻ തുടങ്ങിയത്, ഓരോരോ പ്രശ്നങ്ങൾ വരാനും തുടങ്ങിയത്. പിന്നെ ലക്ഷ്മി പ്രിയ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഇതേ കണക്ക് തനിക്കെതിരെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് ഇതേ കണക്ക് കംപ്ലയിൻറ്റുമായിട്ട് വന്നതാണ്. താൻ എന്തായിരുന്നാലും ശരി വിട്ടുകൊടുത്തിട്ടില്ല എന്നുള്ള രീതിയിലായിരുന്നു അൻസിബ പറഞ്ഞിട്ടുണ്ടായിരുന്നത്.